അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽ വഹദത്തു സാനിയ സെക്കൻഡ് യൂണിറ്റ് ഇബ്രാസ് എന്ന പുസ്തകത്തിലെ 5-ാമത്തെ പാഠമാണ്. സെക്കൻഡ് യൂണിറ്റിലാണ് 5-ാമത്തെ പാഠം. ഖത്റാത്തുൻ നദ അശ്ശഇരിയ, ചില കവിതാശകലങ്ങൾ. പദത്തിൻ്റെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഖത്റാത്തുൻ നദ മഞ്ഞുകണങ്ങൾ, മഞ്ഞുതുള്ളികൾ, അശ്ശഇരിയ കവിതയാലുള്ള മഞ്ഞുതുള്ളികൾ എന്നർത്ഥം വെക്കാം. അപ്പോൾ ഈ പാഠഭാഗത്തിൽ, ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ചില വളരെ പ്രശസ്തമായ, വളരെ അർത്ഥവത്തായ കവിതകളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതയിലെ ചില വരികളാണ് ആദ്യമുള്ളത്. റഅയ്തു ദഹ്റ മുഖ്തലിഫൻ യദൂറു ഫലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു. നമ്മളൊക്കെ കേട്ട് പഴകിയ പല വരികൾ അതിലുണ്ട്. റഅയ്തു ദഹ്റ, കാലത്തെ ഞാൻ കണ്ടു. മുഖ്തലിഫൻ യദൂറു, വിഭിന്ന രൂപങ്ങളിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. വ്യത്യസ്ത രൂപങ്ങളിൽ കാലം സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. ഫലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു, ഒരു സങ്കടവും സ്ഥിരമല്ല, ഒരു സന്തോഷവും. ഹുസ്ന് സങ്കടം, സുറൂറ് സന്തോഷം. നമ്മൾ ബീർബലിനെ കുറിച്ച് പറയാറുള്ളൊരു ഡയലോഗുണ്ട്, ഈ സമയവും കടന്നു പോകും. സങ്കടത്തിലാകുമ്പോൾ സന്തോഷം തരുന്നതും സന്തോഷത്തിലാകുമ്പോൾ സങ്കടം തരുന്നതുമായിട്ടുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ ഏതു അവസ്ഥയും, മനുഷ്യൻ്റെ ഏതൊരവസ്ഥയും നിലനിൽക്കുന്നതല്ല, കടന്നു പോകുന്നതാണ്. വഖദ് ബനത്തിൽ മുലൂക്കു ബിഹി ഖുസൂറ, രാജാക്കന്മാർ വലിയ കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്. അപ്പോൾ ചില കാലങ്ങളിൽ വലിയ കൊട്ടാരങ്ങൾ രാജാക്കന്മാർ പണിതിട്ടുണ്ട്. ഫലം തബ്ഖൽ മുലൂക്കു വലൽ ഖുസൂറു, രാജാക്കന്മാർ അവശേഷിച്ചില്ല, കൊട്ടാരങ്ങളും. നമുക്കറിയാം, ഒരുപാട് കൊട്ടാരങ്ങളും രാജാക്കന്മാരൊക്കെ കടന്നുപോയ രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ വിവിധ ദേശങ്ങളിൽ. പക്ഷേ ചില അവശേഷിപ്പുകളായിട്ട് പല അടയാളങ്ങളുണ്ടെങ്കിൽ പോലും ആ പ്രൗഢിയോടെയും മേന്മയോടും കൂടെ കൊട്ടാരങ്ങളൊന്നും അവശേഷിക്കുന്നില്ല, എല്ലാം നാശത്തിന് വിധേയമാകുന്നതാണ്. അൽ ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹുനാ യസിഫു ഷാഇറു തഖല്ലുബാത്തി സമൻ, ഇവിടെ കവി കാലത്തിൻ്റെ കീഴ്മേൽമറിയലുകളാണ് വിശദീകരിക്കുന്നത്. കാലത്തിൻ്റെ മാറ്റം, തഖല്ലുബാത്ത് സമൻ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ. ഹൈസുലാ യസ്തമിറുൽ ഹുസ്നു വല സആദ, ഹുസ്ന് സങ്കടം, സആദത്ത് സന്തോഷം. സങ്കടവും സന്തോഷവും ഒരിക്കലും സ്ഥിരമായി നിൽക്കുകയില്ല. അതിനൊരു ഉദാഹരണമായിട്ട് വയുഷീറു ഇല അന്നൽ മുലൂക ഖദ് ബനൂ ഖുസൂറൻ അളീമ, ഉദാഹരണമായിട്ട് പറയാണ്, രാജാക്കന്മാർ, മുലൂക്ക് രാജാക്കന്മാർ, അവർ ഖദ് ബനൗ ഖുസൂറൻ അളീമ, ധാരാളം കെട്ടിടങ്ങൾ അവർ പണിതു. വലാകിൻ മഅ മുറൂറി സമനി ലം തബ്ഖൽ മുലൂഖു, കാലം കടന്നുപോയപ്പോൾ ആ രാജാക്കന്മാരും അന്തരിച്ചു, കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയി. പയ്യെ പയ്യെ അവരുടെ കൊട്ടാരങ്ങളും. വലാ ഖുസൂറു, ഖുസൂർ പാലസസ്. വയദുല്ലു അല അല്ലാ ഷൈഅ യദൂം ഫി ഹാദിഹി ദുനിയ, ഇത് സൂചിപ്പിക്കുന്നത് ഒന്നും ദുനിയാവിൽ അവശേഷിക്കുന്നതല്ല എന്നതിൻ്റെ മേലിലാണ്. അടുത്ത രണ്ട് വരികൾ ഹാഫിൽ ഇബ്രാഹിമിൻ്റെ വരികളാണ്. കവി ഹാഫിൽ ഇബ്രാഹിമിൻ്റെ വരികളാണ്. അലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി, ഉമ്മ മദ്രസയാണ്. ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഏതൊരു കുഞ്ഞും പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഉമ്മ മദ്രസയാണ്, വിദ്യാലയമാണ്. ഇതാ അഅദത്തഹ, ആ വിദ്യാലയം നീ നന്നാക്കിയാൽ, ഉമ്മയെ നന്നാക്കിയാൽ എന്ന് പറഞ്ഞാൽ ആ വിദ്യാലയം നീ നന്നാക്കിയാൽ, അഥവാ ഉമ്മ സൽസ്വഭാവമുള്ളവളും സുശീലയുമായി തീർന്നാൽ, അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി, അടിയുറച്ച വേരുകളുള്ള ഒരു ജനതയെയാണ് നീ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല സമൂഹത്തിൻ്റെ ഏറ്റവും തുടക്കം, പ്രാരംഭഘട്ടം, വിജ്ഞാനഘട്ടം, നമ്മൾ പറയാറുള്ള സോഷ്യലൈസേഷൻ്റെ, സാമൂഹികവൽക്കരണത്തിൻ്റെ ഘട്ടമൊക്കെ പ്രാരംഭം കുറിക്കുന്നത് മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നാണ്. മാതാവ് സൽസ്വഭാവിയാകുക എന്നുള്ളത് വലിയൊരു തലമുറ സൽസ്വഭാവത്തിൻ്റേതായി മാറാൻ കാരണമാകുന്നതാണ്. ഇനി അൽ ഉമ്മു റൗലൻ, ഉമ്മയുടെ മറ്റൊരു വിശേഷണം, ഉമ്മ എല്ലാവരും നന്നാക്കി വളർത്തിയെടുത്തത് മാത്രമല്ല, ഉമ്മ ഒരു പൂന്തോട്ടമാണ്. ഇദാ താഹദുൽ ഹയ, മഴ പൂന്തോട്ടത്തെ നനച്ചാൽ, ബിർറയ്യി, മഴ പൂന്തോട്ടത്തെ വളർത്തിയാൽ, ബിർറയ്യി, ഹയ എന്ന് പറഞ്ഞാൽ മത്തർ എന്ന ഉദ്ദേശം,
റയ്യ് നനക്കൽ കൊണ്ട്, ഔറക്ക അയ്യമ ഇറാഖിൻ നല്ല ഇല പൊലിച്ച് നിൽക്കുന്ന ഇലകൾ വിടർന്നു നിൽക്കുന്ന മരങ്ങളായി മാറുന്നത് മഴ നനക്കുമ്പോഴാണ്. അപ്പോൾ വളരെ സൽസ്വഭാവത്തോടെയും സ്നേഹത്തോടെയും കൂടി ഉമ്മയോട് തിരിച്ചു വരും ആറിൽ കൂടി നമ്മുടെ ഭാഗമാണ്. അതിൻ്റെ വിശദീകരണം അറബിയിൽ കൊടുക്കുന്നു. യുഷബ്ബിഹു ഷാഇറു അൽ ഉമ്മ ബിൽ മദ്രസത്തി, കവി ഉമ്മയെ മദ്രസയോടാണ് ഉപമിക്കുന്നത്. വയഖൂലു ഇന്നഹു ഇദാ തമ്മ ഇദാദുൽ ഉമ്മി ബിശക്ലിൻ ജയ്യിദിൻ, നല്ല രീതിയിൽ ഉമ്മയെ സ്നേഹിച്ചു പരിപാലിച്ചാൽ, ഉമ്മ തൻ്റെ മക്കളെ സ്നേഹിച്ചു പരിപാലിച്ചാൽ, ബി തഅലീമിഹ വ തർബിയത്തിഹ വ തഅസീസി ദൗരിഹ, ഉമ്മ മക്കളെ അറിവിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കുന്ന മാർഗങ്ങളും ഒക്കെ നൽകി മക്കളെ നന്നായി വളർത്തിയാൽ, പോറ്റിയാൽ, ഫൈന്നഹാ സതകൂനു ഖാദിറത്തൻ അലാ തർബിയത്തി ജയിലിൻ മുതമയ്യിസിൻ, അങ്ങനെ സമൂഹത്തിൻ്റെ യുവതലമുറയുടെ കടിഞ്ഞാണെന്ന് പറയുന്നത് ആരും തന്നെ ജനിക്കുന്നതല്ല, മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ അവർ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, യുഷബ്ബിഹു ഇദൽ ഉമ്മ ബിറൗൽ ലിഅന്നഹു ഇദാ തഅഖദഹുൽ മതർ ബിലിനായ വസ്തിഖായ, മഴ പരിപാലനം കൊണ്ടും മറ്റും സംരക്ഷിച്ചു കഴിഞ്ഞാൽ, ഫൈന്നഹു സയൻമു വയസ്തഹറു ബിസൂറത്തിൻ റായിയ, അങ്ങനെയാണെങ്കിൽ ആ പൂന്തോട്ടം നന്നായി വളരും. ഉമ്മയെ പരിഗണിക്കേണ്ട പോലെ ഉമ്മയെ പരിഗണിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വരികളിൽ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വരി, വലാ തംശി ഫൗകൽ അർളി ഇല്ലാ തവാലുവൻ, ഭൂമിക്ക് മുകളിൽ നീ വിനയത്തോടെ അല്ലാതെ സഞ്ചരിക്കരുത്. ഫകം തഹ്തഹ ഖൗമുൻ ഹും മിൻക അർഫോ, ഈ ഭൂമിൻ്റെ അടിയിൽ എത്ര ആൾക്കാർ അന്തിയുറങ്ങുന്നുണ്ടെന്നറിയോ? നിന്നെക്കാളും വലിയ ജഗജില്ലികളായിരുന്നവരൊക്കെ. ഫകം തഹ്തഹ ഖൗമുൻ, അതിന് താഴെ എത്ര ആളുകളുണ്ട്? ഹും മിൻക അർഫോ, നിന്നേക്കാൾ വലിയ ആളുകളായിരുന്നു. ഇനി നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ വലിയ ആളാണല്ലോ. ഫഇൻ കുൻത ഫി ഇസ്സിൻ വഖൈരിൻ വമുതഅത്തിൻ, നീ ഇപ്പോൾ പ്രതാപത്തിലും അഭിമാനത്തിലും നന്മയിലുമൊക്കെയാണെങ്കിൽ, മുതഅത്ത് ആനന്ദകരമായ ജീവിതം, ഖൈർ നന്മ, ഇസ്സ് പ്രതാപവും നന്മയും നിറഞ്ഞ് ആരോഗ്യത്തോടു കൂടി ആണ് നീ ജീവിക്കുന്നത് എങ്കിലും ഫകം മാത മിൻ ഖൗമിൻ ഹും മിൻക അംനഉ, നിന്നേക്കാൾ വലിയ ആളുകളായിരുന്ന എത്ര ആളുകളാണ്, എത്ര യുവാക്കളാണ് ഇവിടെ മരിച്ചു വീണത്. അപ്പോൾ അഷായിറു യൻസഹുന ബിൻ തംശി അലൽ ബി തആലുഇൻ, കവിയോടെ നമ്മളെ ഉപദേശിക്കുകയാണ് തവാലുവോടുകൂടെ സഞ്ചരിക്കാൻ വേണ്ടി. ദൂന തകബ്ബുരിൻ ഔ ഗുറൂറിൻ, അഹങ്കാരം വേണ്ട, വഞ്ചന വേണ്ട. വയുദക്കിറുന ബി അന്ന തഹ്ത ഹാദിഹിൽ അർളി അശ്ഖാസൻ കാനു ഫി ഹയാത്തിഹിം അലാ മൻസിലിഹി വാർഫ മകാനത്തൻ മിന്ന, കവി സൂചിപ്പിക്കുന്നത് നമ്മളെക്കാൾ എത്രയോ വലിയ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിരുന്നിരുന്നു. ലാക്കിന്നഹും, പക്ഷേ അവരൊക്കെ, നമ്മൾ പറയുമല്ലോ 6 അടി മണ്ണ്, അല്ലാന തഹ്ത തുറാബ് ഇബ്രാഹിം അന്നഹും ആഷുഫിൽ ഇസ്സത്തി വൽ മുത്ത, എല്ലാവിധ പ്രതാപത്തോടെയും ജീവിച്ചിരുന്ന അവരിന്ന് 6 അടി മണ്ണിൻ്റെ താഴ്ചയിലാണ്. അപ്പോൾ എത്ര വലിയ സൗന്ദര്യമാണെങ്കിലും എന്തുള്ള ആളാണെങ്കിലും മണ്ണ് പറ്റാനുള്ളതാണ് ഈ ശരീരം. വൽമർ ഉയുദ്കറു ബിൽ ജമാഇലി ബഅദഹു, ഇനി വേറൊരു കവിത ആമഷൂക്കിൻ്റെ ആണ്. വൽമർ ഉയുദ്കറു ബിൽ ജമാഇലി ബഅദഹു, മരണശേഷം ഒരാൾ സ്മരിക്കപ്പെടുന്നത് അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്, ഭംഗിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഫർഫ ഇലി ദിക്കിരിക്ക ബിൽ ജമീലി ബിനാവു, നിന്നെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നീ നല്ല വാക്ക് പറയിപ്പിച്ചു. ഫർഫ ബി ദിക്കിരിക്ക ബിൽ ജമീലി ബിനാവു, ഭംഗിയായതുകൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് നിന്നെ ബാക്കിയുള്ളവർ നിൻ്റെ മരണശേഷം ഓർക്കുകയുള്ളൂ. വയലംബി അന്നക്ക സൗഫത്ത് തക്കിർ മറത്തൻ, അങ്ങനെ നന്മകൾ ചെയ്താൽ നീ ഒരിക്കൽ സ്മരിക്കപ്പെടും. വയലംബി അന്നക്ക സൗഫത്ത് തക്കിർ മറത്തൻ, ഒരിക്കൽ നീ സ്മരിക്കപ്പെടുമെന്നോർക്കുക. ഫയുഖാൽ അഹ്സൻ ഔ യുഖാൽ അസാ, നിൻ്റെ മരണശേഷം പറയപ്പെടും നല്ല ആളായിരുന്നു കേട്ടാ എന്ന് പറയും. ചിലർ പറയും അസാ, മോശമായിരുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ ആൾക്കാർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും വേണ്ട നമുക്ക് എന്ന് പറയാറുണ്ടെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് നമ്മളെ മരണശേഷം ഒരാളെങ്കിലും നല്ല മനുഷ്യനിരുന്ന് പറയണ്ടായ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, സൗഭാഗ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽസ്വഭാവത്തോടു കൂടി പെരുമാറിയാൽ, നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ രീതിയിലേക്ക് വരും. ഏതായാലും യുദ്കറു ഷായിറു ഫിഹ അന്ന അൽ ഇൻസാന യദ്കുറു ബി അഫ്ആലിഹി ത്വയ്യിബ ബഅദ വഫാത്തി, മനുഷ്യൻ അവൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് വഫാത്തിന് ശേഷം ഓർമ്മിക്കപ്പെടുന്നത്.
ഫഹോ യദുൽ ഇൻസാൻ ഇല റഫ് ഇസമ്മത്തി, അതുകൊണ്ട് തന്നെ ഉയർന്ന കാര്യങ്ങൾ, ഉന്നതിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചോ എന്നൊരു ഉപദേശം കൂടിയാണ്. എന്നിട്ട് അവസാനം ഉപദേശം തന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പറയാണ്, അലാ ഫഷ്കുർ ലി റബ്ബിക കുല്ല വഖ്തിൻ, നീ നിൻ്റെ റബ്ബിനോട് എപ്പോഴും നന്ദി കാണിച്ചോ. അലല്ല അല ഇവൻ ന്യാമിൽ ജസീമ, അല എന്ന് പറഞ്ഞാലും അനുഗ്രഹങ്ങൾ തന്നെ, അവൻ നിനക്ക് നൽകിയ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും. ഇതാക്കാന സമാനു സമാന സൂഇൻ, കാലം വളരെ മോശമായാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഫയോമുൻ സാലിഹും മിൻഹു ഗനീമത്തുൻ, അതിൽ നിന്ന് വീണ് കിട്ടുന്ന നല്ലൊരു ദിവസം, ഒരൊറ്റ ദിവസം, ഗനീമത്തുൻ, അതാണ് വലിയ ഗനീമത്ത് എന്ന് പറയുന്നത്. ഓക്കെ.